ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്കൈ റോജോ എന്ന വെബ് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫ്ലാഷ് ബാക്കിൽ റൊമാരിയോൻ്റെ മകൾക്ക് ട്യൂഷൻ എല്ലാം എടുത്ത ശേഷം അവിടെ നിന്നും ഇറങ്ങി വരുന്ന കാരോളിനെയാണ് കാണിക്കുന്നത്. ആ സമയം മോസസ് കരോളിനെ ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മോസസ് കരോളിനോട് ഇപ്പോൾ ക്ലബിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ടോ എന്ന കാര്യമെല്ലാം അവളോട് ചോദിക്കുന്നു. അപ്പോഴാണ് നമുക്ക് മോസസും കരോളും തമ്മിൽ ഒരു അഫയർ ഉണ്ട് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. അവിടെ കട്ട് ചെയ്ത് ക്ലബിൽ റൊമാരിയോ വിൻഡിയോട് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യേണ്ടത് എന്ന കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൻ അവളോട് കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നാൽ മാത്രമേ ക്ലബിൻ്റെ പ്രോഫിറ്റ് കൂടുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും പ്രഷറെല്ലാം നൽകുന്നു. കരോൾ റൊമാരിയോൻ്റെ മകൾക്ക് ട്യൂഷനെല്ലാം എടുത്തു കൊടുക്കുന്നത് കൊണ്ട് കരോളിന് ഈ നിയമങ്ങളൊന്നും ബാധകമായിരുന്നില്ല. അവിടെ കച്ചിത് ആ കുറഞ്ഞ സമയം കൊണ്ട് മോസസ് മൊത്ത് ഒരു ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കരോളിനെയാണ് കാണിക്കുന്നത്. അവിടെ കച്ചിത് പ്രസൻറ്റിൽ അവരുടെ ബസ്സിനെ ഫോളോ ചെയ്തുകൊണ്ടുവരുന്ന മോസസിനെയും അന്യനെയുമാണ് കാണിക്കുന്നത്. എന്നാൽ കുറേ നേരമായി അവർ ഈ ബസ്സിനെ ഫോളോ ചെയ്യുന്ന കാര്യമെല്ലാം ബസ്സിൻ്റെ ഡ്രൈവർ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. വിൻഡി ജിനയോട് അവൾക്ക് ഈ ഫ്രണ്ടിനെ എങ്ങനെയാണ് പരിചയം എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. അപ്പോഴാണ് ജിന അയാൾ ക്ലബിൽ വെച്ച് എൻ്റെ കസ്റ്റമർ ആയിരുന്നുവെന്നും എന്ത് ആവശ്യമുണ്ടെങ്കിലും പുള്ളിയുടെ അടുത്തേക്ക് വന്നാൽ മതി എന്നെല്ലാം പുള്ളി അവൾക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നത്. എന്നാൽ ഇത് കേട്ട അവർ ക്ലബിലെ കസ്റ്റമേഴ്സിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും അവർ ആ സമയത്തെ ഓരോ തോന്നലിൻ്റെ പുറത്താണ് ഓരോന്ന് പറയുന്നതെന്നെല്ലാം ജിനയോട് പറയുന്നു. ആ സമയം വിൻഡി ഇനി അയാളെങ്ങാനും റൊമാരിയോയുടെ കയ്യിൽ നമ്മളെ പിടിച്ചേൽപ്പിക്കുമോ എന്ന കാര്യമെല്ലാം അവരോട് ചോദിക്കുന്നു. എന്നാൽ ഇതേ സമയം ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടത് കൊണ്ട് തൊട്ട് പുറകിലുണ്ടായിരുന്ന മോസസിൻ്റെ കാർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് എല്ലാം ചവിട്ടേണ്ടി വരുന്നു. ആ ശബ്ദം കേട്ട് അവർ മൂന്നുപേരും പുറകിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അറിയാൻ വേണ്ടി അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നു. എന്നാൽ പുറകിലത്തെ കാറിൽ റൊമാരിയോ കണ്ട് അവർ മൂന്നുപേരും മൊത്തത്തിൽ ഷോക്കാവുന്നു. അവർ അവരുടെ കയ്യിൽ പെടാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ കുറേ നേരമായി ഇവർ ബസ്സിൻ്റെ പിന്നാലെ വരുന്ന കാര്യം നോട്ടീസ് ചെയ്ത ഡ്രൈവർ അവരെ രണ്ടുപേരെയും കൈയോടെ പിടികൂടുന്നു. അങ്ങനെ അവിടെ വെച്ച് മോസസിൻ്റെ അനിയനും ഡ്രൈവറും തമ്മിൽ ഒരു വാക്കുതർക്കമെല്ലാം ഉണ്ടാവുന്നു. ആ സമയം നോക്കി അവർ മൂന്നുപേരും കൂടി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അവർ മൂന്നുപേരും കൂടി ജിനയുടെ ഫ്രണ്ടിൻ്റെ ആ റിസോർട്ടിലേക്ക് പോകുന്നു. റിസോർട്ടിലെത്തിയ ശേഷം ജിന അവരെ രണ്ടുപേരെയും പൂളിൻ്റെ സൈഡിലിരുത്തിക്കൊണ്ട് അവൾ നേരെ തൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി അയാളുടെ ഓഫീസ് റൂമിലേക്ക് കയറി ചെല്ലുന്നു. ഇതേ സമയം വിൻഡി കരോളിനോട് നീ എന്തിനാണ് ഇപ്പോഴും ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. കരോൾ തൻ്റെ ലൈഫിൽ ഒരുപാട് പേർ തന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ഹാങ് ഓവറിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൾ ഡ്രഗ്സിലേക്ക് അഡിക്റ്റായി പോയത് എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഇതേ സമയം അവൾക്ക് ഡ്രഗ്സ് എല്ലാം ആവശ്യത്തിന് ലഭിക്കാത്തത് കൊണ്ട് അവളുടെ നാവ് തളരാൻ വേണ്ടി തുടങ്ങുന്നു. വിൻഡി കരോളിന് ഡ്രഗ്സ് കിട്ടാത്തത് കൊണ്ട് വരുന്ന പരാക്രമം കണ്ട് മൊത്തത്തിൽ ഷോക്കാവുന്നു. അവിടെ കച്ചത് തൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അയാളുടെ റൂമിലേക്ക് കയറി ചെന്നിരിക്കുന്ന ജിനയെയാണ് കാണിക്കുന്നത്. തൻ്റെ റൂമിലേക്ക് കയറി വന്നിരിക്കുന്ന ജിനയെ കണ്ട് അയാൾ മൊത്തത്തിൽ ഞെട്ടിപ്പോകുന്നു. അയാൾ നിനക്ക് ഇവിടെ എന്താണ് കാര്യം എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അവളോട് ദേഷ്യപ്പെടുന്നു. ജിന അയാളോട് അവൾ ക്ലബിൽ നിന്നും തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം രക്ഷപ്പെട്ടു വന്നതാണ് എന്ന കാര്യമെല്ലാം വിശദമായി അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ട ശേഷം അയാൾ ജിനയോടൊപ്പം ആ റൂമിൽ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോയതിനു ശേഷം അവളോട് അവിടെ നിന്ന് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് അവൾക്ക് വിൻഡിയും കരോളും എല്ലാം പറഞ്ഞതുപോലെ ക്ലയൻസിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. അവിടെ കച്ചത് ഡ്രഗ്സിൻ്റെ ഹാങ് ഓവറിൽ മോസസ് മൊത്ത് ട്രിപ്പ് പോയ കാര്യമെല്ലാം ആലോചിക്കുന്ന കരോളിനെയാണ് കാണിക്കുന്നത്. ആ സമയം ഇരുവരും പരസ്പരം തുറന്ന് സംസാരിച്ചുകൊണ്ട് വളരെയധികം ക്ലോസ് എല്ലാം ആവുന്നു. അവിടെ കച്ചത് പ്രസൻറ്റിൽ വിൻഡിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ജിനയെയാണ് കാണിക്കുന്നത്. വിൻഡി അവളോട് പോയ കാര്യങ്ങളെല്ലാം എന്തായി എന്നെല്ലാം ചോദിക്കുന്നു. എന്നാൽ ജിന തൻ്റെ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നില്ലെന്നും അയാൾ ഒരു വെക്കേഷൻ ട്രിപ്പിൽ പോയിരിക്കുകയാണ് എന്നുമെല്ലാം അവളോട് കള്ളം പറയുന്നു. എന്നാൽ വിഷമിച്ചിരിക്കുന്ന ജിനയുടെ മുഖത്ത് നിന്നും വിൻഡിക്ക് അയാൾ കൈയൊഴിഞ്ഞ കാര്യമെല്ലാം നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. ഇതേസമയം മോസസും സഹോദരനും കൂടി അവരുടെ അടുത്തേക്ക് വരുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.